കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മൾ ഈ സാമ്പത്തിക വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേൻ. അത് പലർക്ക് അനുഗ്രഹമാണ്, പലർ അനുഗ്രഹിക്കപ്പെടുന്നു. ഒത്തിരി പേർ പലയിടത്ത് തന്നെ വിളിച്ച് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ ഒരു പഠനവും ഇങ്ങനെ ഒരു ടീച്ചിങ്ങും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു പറഞ്ഞു. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. ഈ ദൈവത്തിന് അനുഗ്രഹിക്കുവാൻ കുറുക്കു വഴികളിൽ കൂടെ ദൈവം അനുഗ്രഹിക്കത്തില്ല. പറഞ്ഞ കുറുക്കു വഴികളിൽ കൂടെ ദൈവം അനുഗ്രഹിക്കത്തില്ല. ദൈവത്തിന് ദൈവത്തിൻ്റെ വഴികളുണ്ട്. ദൈവത്തിൻ്റെ വഴിയിൽ കൂടെ അനുഗ്രഹിക്കത്തുള്ളൂ. അത് ഞാനൊരു ഉദാഹരണം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പണ്ട് നമ്മൾ ഈ റോഡിൽ കൂടെ പെട്ടെന്ന് ക്രോസ് ചെയ്ത് നമുക്ക് അപ്പുറത്ത് പോകാമായിരുന്നു. പെട്ടെന്ന് ക്രോസ് ചെയ്ത് നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് ക്രോസ് ചെയ്ത് അപ്പുറം പോകുമായിരുന്നു. ആമേൻ. ഇനി ഇപ്പം അങ്ങനെ ക്രോസ് ചെയ്യാനൊക്കത്തില്ല. ഇനി ഇവിടുന്ന് എവിടെങ്കിലും പോയി ഒരു യൂ ടേൺ എടുത്തിട്ട് വന്നിട്ടേ അല്ലേ. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ആൾക്കാരൊക്കെ ക്രോസ് ചെയ്യും. ഞാൻ ചിലപ്പോഴും കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ആരെയാണെന്ന് തോന്നുന്നു, ടോണിയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അപ്പുറത്ത് എടുത്തിട്ട് ചാടിപ്പോളം പറഞ്ഞു. ആമേൻ. ഇവിടെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ടോണി ചാടിഞ്ഞ് പോരും. ദൈവം ഒരിക്കലും ചാടി വരത്തില്ല. ദൈവം ഇനി ഇവിടെ എങ്ങും യൂ ടേൺ ഇല്ലെങ്കിൽ ദൈവം ഇപ്പോൾ ഒരു ചായ ലതാൻറ്റിക്ക് ഒരു ചായ കൊടുക്കാൻ ദൈവം പ്ലാൻ ചെയ്യുകയാണ്. അപ്പം ദൈവം ഒരു ദൂതനോട് പറയാണ് ലതയ്ക്ക് ഒരു ചായ കൊടുത്തേക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ, ഇവിടെ നോക്കിയിട്ട് തൊട്ടപ്പുറത്താണ് ചായക്കട ഇരിക്കുന്നത്. ദൈവം എന്ത് ചെയ്യുന്നു? നേരെ ആമേൻ ദൂതൻ കഴക്കൂട്ടത്ത് പോയി, അവിടെ യൂ ടേൺ ഉള്ളൂ, കഴക്കൂട്ടത്ത് പോയി യൂ ടേൺ എടുത്ത് വന്ന് ചായ വാങ്ങിച്ചിട്ട് വീണ്ടും കൊല്ലത്ത് പോയി യൂ ടേൺ എടുത്ത് വന്ന് ലതാൻ്റെ കയ്യിൽ ചായ തരും. അതാണ് ദൈവത്തിൻ്റെ രീതി. നിങ്ങളാരൊന്നും മിണ്ടുന്നില്ലല്ലോ. ദൈവം ഇങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ ഇത് കുറുക്കു വഴിയിൽ കൂടെ പ്രതീക്ഷിക്കുമ്പോഴാണ് ഞങ്ങൾ ആ ചർച്ചിൽ പോയി 6 മാസം നിന്നു, 4 മാസം നിന്നു, 3 മാസം നിന്നു. അവിടെ പോയിട്ട് കാര്യമില്ല. എൻ്റെ കൂടെ ഉണ്ടോ? അവിടുത്തെ പാസ്റ്റർ അടുത്ത് ശരിയല്ല, ഇനി വേറൊരു ചർച്ച്. ഇനി ചർച്ച് മാറുന്നതല്ല നമ്മുടെ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ. ആമേൻ. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒരു ചർച്ചിൽ പോകുന്ന കാരണത്താൽ നിങ്ങൾക്ക് സൊല്യൂഷൻ ഇല്ല. ആമേൻ. നിങ്ങളുടെ സൊല്യൂഷൻ നിങ്ങൾ ദൈവവചനത്തിൽ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ആമേൻ. ഞാൻ പറയാറുണ്ട്, ഞാൻ പഠിച്ചതേ നിങ്ങളെ പഠിപ്പിക്കാനൊക്കത്തുള്ളൂ. ദൈവവചനത്തിൽ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് സൊല്യൂഷൻ. വേറെ ഒരു സൊല്യൂഷൻ ഇതിനകത്തില്ല. സാമ്പത്തിക അനുഗ്രഹിക്കപ്പെടാൻ വേറെ മാർഗമൊന്നുമില്ല. വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന സാമ്പത്തിക അച്ചടക്കം നമ്മൾ ശീലിക്കണം. അനുഗ്രഹിക്കപ്പെടാനുള്ള ഒറ്റ മാർഗം ഞാൻ പറയാം. വേദപുസ്തകത്തിൽ ഇത് കർത്താവിന്റെ ദാസൻ പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. മുമ്പേ അവന്റെ രാജ്യവും നീതി, അതോടുകൂടെ നിനക്ക് ആഡ് ചെയ്യപ്പെടേണ്ടതെല്ലാം ആഡ് ഓൺ ചെയ്യപ്പെടും. ആമേൻ. പഴയ നിയമത്തിന്റെ പ്രത്യേകത, പഴയ നിയമത്തിനകത്ത് സമ്പത്തുണ്ടാക്കാൻ ആരോഗ്യം തരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ പുതിയ നിയമം അങ്ങനെയല്ല. പുതിയ നിയമം നിനക്ക് ആരോഗ്യം തന്നിട്ട് നീ പോയി അധ്വാനിക്കാൻ പറയുകയല്ല. പുതിയ നിയമത്തിന്റെ യേശുക്രിസ്തുവിന്റെ ഉപമകൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ താലന്തിന്റെ ഉപമ എന്ന് പറയുന്നത് എന്താ? ഒന്ന് വായിച്ച് പെട്ടെന്ന് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് ഒന്ന് പെട്ടെന്ന് പോയെ, വേഗത്തിലൂടെ മാറാം. 2 ഒറ്റ വാക്യം. മത്തായി സുവിശേഷം 25:14, 25:14, മാത്യു 25:14. പെട്ടെന്ന് എടുത്തോണം. ഇനി ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് അതുപോലെ ദാസന്മാരെ വിളിച്ച് 15 എൻ്റെ തൊട്ട് ദാസന്മാരെ വിളിച്ച് ഉറക്കെ പറഞ്ഞേ തൻ്റെ സമ്പത്ത് ഏൽപ്പിച്ചു. എന്തോ ഏൽപ്പിച്ചേ? ഉറക്കെ പറ. ദൈവം നിങ്ങൾക്ക് തരാത്തതൊന്നിൻ്റെയും കണക്ക് ദൈവം ചോദിക്കത്തില്ല. പഴയ നിയമത്തിൽ പറഞ്ഞു, ജോർജാനോട് ഞാൻ എപ്പോഴും ഉദാഹരണം പറയുമ്പോൾ ജോർജാൻ്റെ പേരൊക്കെ വിളിക്കുന്നതുകൊണ്ട് അമ്മ വേറെ ആർക്കും പിണക്കൊന്നും തോന്നുന്നു. ജോർജാൻ ഇങ്ങനെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ വിളിക്കുന്നതാ അല്ലേ ലൂച്ച. അപ്പോൾ ജോർജാനെ വിളിച്ചിട്ട് വിജയമാറേട്ടനെ വിളിച്ചിട്ട് പറയാ, വിജയമാറ ഞാൻ നിനക്ക് ജോലി ചെയ്യാൻ സമ്പത്തുണ്ടാക്കാൻ ആരോഗ്യം തരാമെന്നാണ് പഴയ നിയമത്തിൽ പറഞ്ഞേ. ഇപ്പോൾ ഇങ്ങനെ പുതിയ നിയമത്തിൽ പറയുകയല്ല. വിജയകുമാറെ, അമ്മൻ, ജോർജ്, റൈസനെ, ബെന്നിയെ, ബിനോയെ, ഞാൻ നിനക്ക് സമ്പത്ത് തരാം. എന്നിട്ട് അത് നീ വ്യാപാരം ചെയ്യണം. അതെനിക്ക് തന്നില്ലല്ലോ. ആര് പറഞ്ഞു തന്നില്ലല്ലോ? 10 രൂപ പോലും ഇല്ലാത്ത ആരെങ്കിലും ഇടണം. 10 രൂപ പോലും കയ്യിലില്ലാത്ത ആരും കഴിഞ്ഞ ആഴ്ച 10 രൂപ പോലും എൻ്റെ കയ്യിലെടുക്കാനില്ലെന്ന് പറഞ്ഞു ആരെങ്കിലും? ഞാൻ 10 രൂപ തരാം. കഴിഞ്ഞ ഒരാഴ്ച 10 രൂപ പോലും എൻ്റെ കയ്യിലെടുക്കാനില്ലെന്ന് പറഞ്ഞു. അങ്ങനൊന്നുമില്ല. ദൈവം തന്നു അല്ലേ? ദൈവം തന്നതാണ്. ഹല്ലേലൂയ. ദൈവം ഒരെണ്ണമെങ്കിലും ഒരാൾക്ക് തന്നിരിക്കും. ആ ഒന്നിനെ നമ്മൾ വ്യാപാരം ചെയ്യും. അപ്പൊ പുതിയ നിയമത്തിന്റെ പ്രത്യേകത ദൈവത്തിന്റെ അല്ലെങ്കിൽ ആ മാസ്റ്ററിന്റെ അസാന്നിധ്യത്തിൽ മാസ്റ്ററിന്റെ ആ വെൽത്തിനെ വ്യാപാരം ചെയ്യുക. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, മടങ്ങി വരാം. ഓക്കെ, അപ്പൊ ഇതാണ് ആ കോൺസെപ്റ്റ്. പഴയ നിയമത്തിൽ ആരോഗ്യം തരും, പുതിയ നിയമത്തിൽ ദൈവം എല്ലാ നന്മയും തന്നിട്ട് ചെയ്യാൻ പറയും.
ഇനി നന്മ കിട്ടണമെങ്കിൽ നമ്മൾ കിങ്ഡം മൈൻഡ് സെറ്റിൽ ജീവിക്കാൻ മുമ്പേ അവന്റെ രാജ്യവും നീതിയും എന്ന ആശയത്തിൽ ജീവിച്ചാലേ ഇത് നമ്മുടെ കയ്യിൽ വരുത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ നമ്മൾ എപ്പോഴും അനുഗ്രഹിക്കുമ്പോൾ ഈ ആഴ്ച വന്നാൽ എനിക്ക് അങ്ങനെ ഞാൻ ഒരിക്കലും പ്രസംഗിക്കത്തില്ല. ഈ ഒരാഴ്ച വന്നാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ പ്രസംഗിക്കത്തില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷെ ഇന്ന് ഈ ഒരു ദിവസം വന്നാൽ അനുഗ്രഹിക്കപ്പെട്ട് ഞാൻ പ്രസംഗിക്കത്തില്ല. അനുഗ്രഹിക്കപ്പെട്ട എല്ലാവരുടെ ലൈഫ് പഠിക്കണം. ഗ്രാജുവലായ ഒരു ഗ്രോത്ത് ആണ് എല്ലാവരുടെ ലൈഫിൽ സംഭവിച്ചത്. ആമേൻ. എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, പെട്ടെന്ന് വന്നതെല്ലാം പെട്ടെന്ന് പോകും. അത് ബന്ധമാകട്ടെ, സ്വന്തമാകട്ടെ, പണമാകട്ടെ. ആമേൻ. എന്നാൽ ഗ്രാജുവലി വരുന്ന കുറെ ആൾക്കാരുണ്ട്. ആമേൻ. ചില ആൾക്കാരുണ്ട് പെട്ടെന്ന് നമ്മൾ വേണ്ട കണക്ട് ആവും. ഒരൊറ്റ ദിവസം കൊണ്ട് എന്തോ പറയേണ്ടത്, എങ്ങനെ ഈ പറയുന്നത്, ഈ 5G സിഗ്നലിൽ ഇതുപോലെ അങ്ങ് കണക്ട് ആവും. ഭയങ്കര സ്പീഡായിരിക്കും കണക്ഷൻ. എന്തോ ഭയങ്കര സ്പീഡായിരിക്കും. 5G സിഗ്നലാണ് അന്നേരം കിട്ടുന്നത്. മെസ്സേജ് ടിക് ടിക് ടിക്, മണിക്കൂറുകൾ മെസ്സേജാ, സ്പീഡാ. അത് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ 4G ആവും, 3G ആവും, പിന്നെ 2G ആവും. കുറച്ച് കഴിയുമ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആവും. ദൈവം തരുന്ന ബന്ധങ്ങളുണ്ട്, ഡിവൈൻ റിലേഷൻഷിപ്പും. അതിന് ചിലപ്പോൾ ടൈം എടുക്കും. എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്ന അങ്കിളെ, ശരിയാണ്, നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞ, വേറെ കാര്യമാണ് പറഞ്ഞത്. സ്തോത്രം. ദൈവം തരുന്ന റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ഗ്രാജുവലി ഗ്രോ ആവും. അത് വർഷങ്ങൾ കഴിയും തോറും ചിലപ്പോൾ തുടങ്ങുന്നത് 2Gയിലായിരിക്കും, ഒരു 3 മാസം കഴിയുമ്പോൾ 3G ആകും, ചിലപ്പോൾ 5 വർഷം കഴിയുമ്പോഴായിരിക്കും, 6 വർഷം കഴിയുമ്പോഴായിരിക്കും അതിന് ആ സ്പീഡും ബ്യൂട്ടി എല്ലാം ഉണ്ടാകുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങളാരൊന്നും മിണ്ടുന്നില്ലല്ലോ. എനിക്കറിയാം, ഇവിടുത്തെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ മിണ്ടാത്ത പലരുമാണ് ഇപ്പോൾ എന്നോട് ഏറ്റവും അധികം മിണ്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ആ ബന്ധം ദൈവത്താൽ സംഭവിച്ചത് കൊണ്ടാണ്, അല്ലേ? ഇവിടുത്തെ ഓരോ ആൾക്കാരെ നമ്മൾ നോക്ക്, അവർ ഗ്രാജുവലി വളരുകയാണ്. സാമ്പത്തിക വിഷയം അങ്ങനെ തന്നെയാണ്, ഗ്രാജുവലി മാത്രമേ വളരത്തുള്ളൂ. എനിക്കൊരു ബിസിനസ് ഉണ്ട്, ഞാൻ ചർച്ചിൽ പോകുന്നു, ഞാൻ ചർച്ചിൽ വന്നു, 100 രൂപ ടൈറ്റ് കൊടുത്തു, അടുത്ത ആഴ്ച എനിക്ക് 1000 രൂപ തരണമെന്ന് പറഞ്ഞാൽ ദൈവം തരത്തില്ല. ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ച ശുശ്രൂഷകന്മാരോടൊരു കാര്യം പറയാം. ശുശ്രൂഷകന്മാരോട് ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ച ഒരു കാര്യം, ഈ ബിസിനസ്സുകാരുടെ ടൈത്ത് വളരെ അപകടം പിടിച്ച ടൈത്താണ്. കാര്യം ബിനോയ് പാസ്റ്ററെ, ഈ ബിസിനസ്സുകാർ 1000 രൂപ വിതച്ചാൽ അവർക്ക് 2000 രൂപ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ അവര് തരാൻ ഭയങ്കര പാടാണ്. പിന്നെ സ്തോത്രം, അവരെപ്പോഴും ബിസിനസ് മൈൻഡാണ്. ദൈവസഭയും അവർക്ക് ബിസിനസ് ആണ്. ദൈവസഭയിലെ ഓഫറിംഗ് ഒരിക്കലും ബിസിനസ് അല്ല. ദൈവസഭയിലെ കാണിക്ക ഒരിക്കലും ബിസിനസ് അല്ല. റിയൽ എസ്റ്റേറ്റിൽ വിതയ്ക്കുന്നത് പോലല്ല ദൈവരാജ്യത്തിൽ വിതയ്ക്കുന്നത്. നിങ്ങളാരും ഒന്നും മിണ്ടുന്നില്ല. എനിക്കറിയാം ഈ മെസ്സേജിനൊന്നും സ്തോത്രം വളരെ കുറവാന്ന് എനിക്കറിയാം. എങ്കിലും ബുദ്ധിമുട്ടി ഞാനിത് പ്രസംഗിക്കുകയാണ്. ആമേൻ. ഇത് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. ഇത് പണ്ടെങ്ങോ ആരോ പറഞ്ഞത് ചേമ്പ് കൃഷിയല്ല, ഇത് തെങ്ങ് കൃഷിയാണ്. ചേമ്പ് കൃഷിയുടെ പ്രത്യേകത എന്തല്ല ആൻറ്റി? ചേമ്പ് കൃഷി, ചേമ്പ് ഇട്ടാൽ എത്ര ദിവസം നിറയും ആമേൻ നമുക്ക് കിളിക്കാൻ പറ്റും? ഒരു 3 മാസത്തിനൊക്കെ, അല്ലേ? 3 മാസം 4 മാസം ഒക്കെ ആമേൻ ചേമ്പ് ആമേൻ നമുക്ക് കിട്ടും. ആമേൻ. പക്ഷെ തെങ്ങോ ചിലപ്പോൾ 5 വർഷം എടുക്കും, 10 വർഷം എടുക്കും. പക്ഷെ കായ്ച്ചു തുടങ്ങിയാൽ തലമുറയായിട്ട് നിന്ന് കായ്ക്കും. ഇതാണ് ദൈവരാജ്യത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ആമേൻ. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ വെട്ടുന്ന തെങ്ങ് പപ്പ വെച്ചതാണോ പപ്പയുടെ അപ്പച്ചൻ വെച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല. ഇനി അത് തലമുറകൾ നിന്ന് നമ്മുടെ പ്രശ്നം എന്താ? നമ്മൾ വരുന്നത്, ഞാൻ ചർച്ചിൽ പോയില്ലേ, 3 മാസമായില്ലേ, 4 മാസമായില്ലേ, ചിലപ്പോൾ 6 വർഷം എടുക്കും, ചിലപ്പോൾ 10 വർഷം എടുക്കും. 25 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. സ്വത്രം, ഈ 25 വർഷം പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ആമേൻ. മിനിസ്ട്രിയിലേക്ക് വന്നില്ലേ? മിനിസ്ട്രിയിൽ ബിനോയ് പാസ്റ്റർ അനുഭവം ടെസ്റ്റിമണി കേട്ടിട്ടില്ലേ? ഞങ്ങൾക്ക് പോലും പലപ്പോഴും അതിശയമായിരുന്നു. പാസ്റ്റർ ബിനോയും സിജിയൊക്കെ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വരുമ്പോൾ ഞങ്ങളും വിനിതായും പറഞ്ഞിട്ടുണ്ട്, കാര്യം ഒരു നല്ല ജോലിയും ശമ്പളത്തിൽ നിന്ന് ആളുകൾ ഫെയ്ത്തിൽ ജീവിക്കാൻ ഇറങ്ങുകയാണ്. ഫെയ്ത്തിൽ ജീവിക്കാൻ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ചിന്തിച്ചു, ദൈവമേ എങ്ങനെ അദ്ദേഹത്തെ ദൈവം നടത്തും? പക്ഷേ സൂപ്പർ നാച്ചുറൽ ദൈവം നടത്തുകയാണ്. അനുഗ്രഹിക്കപ്പെടാൻ താമസമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ പട്ടിണി കിടക്കുമെന്നല്ല. നിന്റെ ആഹാരം മുടങ്ങത്തില്ല. നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും, ഇതേ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട. ഈ വകയൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. എന്റെ ദൈവം ഇതെല്ലാം നിനക്ക് ആവശ്യമെന്നറിയുന്നു.
ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മിനിസ്ട്രിക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ 22 രൂപയായിരുന്നു. 22 രൂപയും കൊണ്ടാണ് ഞാൻ 2000 സെപ്റ്റംബർ മാസം 8-ാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 22 രൂപയുള്ളൂ. 9-ാം തീയതി ആയപ്പോൾ എൻ്റെ കസിൻസും റിലേറ്റീവ്സുമായ കുറച്ച് ആൾക്കാർ കുറച്ച് പൈസ കൊണ്ട് തന്നു. ബൈബിൾ സ്കൂളിലേക്ക് പോവാ. ഒരാൾ തന്നിട്ട് പറഞ്ഞു, 1000 രൂപ പെട്ടിയുടെ അടിയിലിട്ടേറെ, അത് എപ്പോഴെങ്കിലും നിനക്ക് ആവശ്യം വരുമ്പോൾ എടുത്തോണം. ചില തന്നിട്ട് പറഞ്ഞു, എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചോണം. ആരും വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല. സെൻസസ് ഇവരാരും വിളിച്ച ഫോൺ എടുത്തില്ല. പക്ഷെ 22 രൂപയിൽ തുടങ്ങിയത് ഇവിടം വരെ എത്തുവാൻ ദൈവം സഹായിച്ചത് കരുതുന്ന ഒരു ദൈവം ഉള്ളത് കൊണ്ട്. പറഞ്ഞേ, കരുതുന്ന ദൈവം. ശുശ്രൂഷകന്മാരെ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാം. വിവാഹം കഴിക്കാൻ സമയമായപ്പോൾ എനിക്ക് പേടിയായിരുന്നു. കാര്യം നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാം, പക്ഷെ എങ്ങനെ ഒരു ഭാര്യയുമായിട്ട് നമ്മൾ ജീവിക്കും? ഒന്ന് പറയട്ടെ, ഓടി ഒന്ന് അമ്മ ഹല്ലേലൂയ, ശ്രദ്ധിച്ചേ. അപ്പോൾ ഈ ഒരു കാര്യം പെട്ടെന്ന് പറയാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്കുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്കുള്ള പ്രൊവിഷൻസ് അല്ല. 2008 മാർച്ച് മാസം 27-ാം തീയതി, കറക്റ്റ് അല്ലയോ? തെറ്റല്ലേ? സ്വത്രം വെഡിങ് ആനിവേഴ്സറി എല്ലാം തെറ്റും. ആമേൻ, ആമേൻ. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു കവനന്റ് നാൽക്കവലയിലെ മേലവിലെ ഓഡിറ്റോറിയത്തിൽ നിന്ന് പറയുകയാണ്, ഇന്ന് മുതൽ ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെ ലൈഫിൽ എൻ്റെ ഭാര്യയെ ആഡ് ചെയ്തതിൻ്റെ ദൈവമായതുകൊണ്ട് എൻ്റെ പ്രൊവിഷൻസിൻ്റെ കൂടെ ഇവൾക്കുള്ളതും കൂടെ എൻ്റെ കൂടെ ദൈവം ആഡ് ചെയ്തു തരും. മിണ്ടുന്നില്ല. സ്വത്രം പോയല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷകരമായി ജീവിക്കുമ്പോഴാണ് അബിയ ഉണ്ടാകുന്നത്. അബിയ എന്ന് വിനിതയുടെ വയറ്റിൽ കൺസീവ്ഡ് ആയോ അന്ന് മുതൽ അബിയയ്ക്കുള്ള പ്രൊവിഷൻ കൂടെ ദൈവം തരും. അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷാലോമിനെ ദൈവം തന്നു. ഷാലോമിനെ തന്നപ്പോൾ എൻ്റെ 100 രൂപയുടെ ഇൻകം കൊണ്ടല്ല ഇപ്പോൾ ഞങ്ങൾ 4 പേർ ജീവിക്കുന്നത്. ദൈവം ആഡ് ചെയ്തു തരാൻ തുടങ്ങി. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ 4 പേരും അവൻ കിട്ടുന്ന പൈസയുമാക്കി വളരെ സന്തോഷമായിട്ട് വളരെ ജോളിയായിട്ട് ജീവിക്കുമ്പോഴാണ് ദൈവം പറഞ്ഞത്, പോയി ചാത്തന്നൂരിൽ പ്രവർത്തനം തുടങ്ങുക. ചാത്തന്നൂരിൽ പ്രവർത്തനം തുടങ്ങുവാൻ എന്ന് ഇൻ ക്രൈസ്റ്റിന്റെ പാസ്റ്റർ എന്ന മാൻഡിൽ എൻ്റെ മേൽ വീണോ അന്ന് ഇതിനുള്ളതും കൂടെ ദൈവം എൻ്റെ കൂടെ ആഡ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ അർത്ഥം എൻ്റെ ദൈവം നിർത്തുമെന്നാണോ രേവതി? അതിന്റെ അർത്ഥം എൻ്റെ ദൈവം ഇനി സ്റ്റോപ്പ് ചെയ്യുമെന്നാണോ? അല്ല. അടുത്ത ദർശനത്തിലേക്ക് ദൈവം എന്നെ നടത്തുമ്പോൾ അടുത്ത ദർശനത്തിന്റെ പ്രൊവിഷൻ ദൈവം ആഡ് ചെയ്യും. ഇന്ന് രാവിലെ ആരോടോ ദൈവം പറയുന്നു, നീ ഞെരുങ്ങുന്നെങ്കിൽ അർത്ഥം നീ ദർശനത്തിൽ ചലിക്കാത്തത് കൊണ്ടാണ്. നീ ദർശനത്തിൽ ചലിച്ചാൽ സ്തോത്രം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. താങ്ക് യു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. സൈക്കിൾ ഓടിച്ചപ്പോൾ എനിക്ക് സൈക്കിളിന് പഞ്ചർ ഒട്ടിക്കുന്നതിന്റെ പൈസ മാത്രം. സൈക്കിളിന് പെട്രോൾ അടിക്കണമായിരുന്നു? വേണ്ട. ആദ്യത്തെ ഹീറോ ഹോണ്ട ഫാഷൻ എടുത്തപ്പോൾ അതിന് 80 മൈലേജ്. 80 കിലോമീറ്ററാ മൈലേജ്. 1 ലിറ്റർ അടിച്ചാൽ എത്ര പോവും? അന്ന് 1 ലിറ്റർ പെട്രോളിന്റെ വില 30-ൽ താഴെ ഉള്ളൂ. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, തിരിച്ചു വരത്തില്ല. അങ്ങനെ 30 ലിറ്ററിന് അടിച്ച സജി ബ്രദറെ 80 കിലോമീറ്റർ പോകും. അന്ന് ബൈക്കുള്ളപ്പോൾ ബൈക്കിനുള്ള മെയിൻ്റനൻസും ബൈക്കിനുള്ള പൈസയും ദൈവം തന്നു. കാറ് വന്നപ്പോൾ കാറിനടിക്കാനുള്ള പെട്രോളും. സ്വത്രം മിണ്ടുന്നില്ല. കാറിന്റെ മെയിൻ്റനൻസും ദൈവം തന്നു. നാളെ പ്ലെയിൻ കിട്ടിയ പ്ലെയിനിന്റെ മെയിൻ്റനൻസും. Come on, somebody say Jehovah Jireh. ഞാൻ ഓർക്കുന്നു, നമ്മുടെ സുനിത സിസ്റ്ററിന്റെ സ്കൂട്ടർ പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ ഞാൻ ഓർക്കുന്നു, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഇതിന് പെട്രോൾ അടിക്കാനുള്ള പൈസ ദൈവം തരും. ഇതിന്റെ മെയിൻ്റനൻസിന് സർവീസിനുള്ള തന്നോ ഇല്ലയോ? സത്യമായിട്ട് പറ, തന്നോ ഇല്ലയോ? ചേർന്നൊരു ഹല്ലേലൂയ പറ. അതുകൊണ്ട് ചില ആളുകൾ പറയും, ഞങ്ങളുടെ ലൈഫ് സെറ്റ് ആയിട്ടില്ല. ഞാൻ പലരോട് പറയും, കല്യാണം കഴിക്കാത്ത എന്താ ബോസേ? ഞാൻ പറയും, കല്യാണം കഴിക്കാത്ത എന്താ സഞ്ജു? ലൈഫ് സെറ്റ് ആയിട്ടില്ല. ഒരു ശുശ്രൂഷകന്റെ ലൈഫ് ജീവിതത്തിൽ ഒരിക്കലും സെറ്റ് ആവത്തില്ല. നിന്റെ ലൈഫ് സെറ്റായിട്ട് കല്യാണം കഴിക്കാൻ നടന്ന നീ ആയുഷ്കാലം മുഴുവൻ കല്യാണം കഴിക്കത്തുമില്ല. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓ, നിങ്ങളാരും മിണ്ടുന്നില്ല. ബിനോയ് പറയുകയാണ്, എൻ്റെ ലൈഫ് സെറ്റായിട്ടില്ല. ലൈഫ് സെറ്റായിട്ട് നീ ജീവിതകാലത്ത് കല്യാണം കഴിക്കത്തില്ല. ആമേൻ. നീ കല്യാണം കഴിച്ചാൽ അതിനുള്ള പ്രൊവിഷൻ ദൈവം കൂട്ടിത്തരും, റേഷൻ കൂട്ടിത്തരും. ആമേൻ. ചേർന്നൊരു നല്ല ഹല്ലേലൂയ പറ. മനസ്സിലായോ? ഇതാണ് യഹോവ ജാഹിറ എന്ന് പറയുന്നത്. പല വേഷനിലാണ് വെളിപ്പെടുന്നത്. ആമേൻ. ഇപ്പൊ ഷാലോമിന് അവന് മിഠായി ഇതിനുള്ള പൈസ കൊടുത്താൽ മതി.
ഇപ്പൊ ലിറ്റിക്ക് അത്യാവശ്യം കോളേജിൽ പോലെ വണ്ടിക്കൂലി ദൈവം തന്നാൽ മതി, അതിന്റെ ആവശ്യമുള്ളൂ. കൂടുതൽ തരത്തില്ല. കൂടുതൽ തന്ന പ്രശ്നമാണ്. നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. സ്വത്രം മനസ്സിലായോ? ഈ ഫ്രണ്ടിൽ വന്നിരിക്കണം. അവരോട് പറ, ഫ്രണ്ടിൽ വന്നിരിക്കണം എന്ന് പറ. നോക്കിയപ്പോ പുറകെ പോയി കൈയും കെട്ടിയിരിക്കും. ചോദിച്ചു എന്തോ എവിടെ പോകാൻ വന്നേന്ന് ചോദിച്ചു. പോകാൻ പറഞ്ഞു. ഇനി അടിക്കും, കമ്പെടുത്തോണ്ട് ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ലതാൻഡി. അപ്പൊ മനസ്സിലായോ? അപ്പൊ ഇതാണ് യഹോവ ജായർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു വിധത്തിലും ടെൻഷൻ അടിക്കണ്ട, ദൈവം കരുതിക്കൊള്ളും. ആമേൻ. അപ്പൊ അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഇത് ചെയ്യണം. ആമേൻ. അതിനകത്ത് ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, ഓഫറിങ്, വഴിപാടുകൾ. 2 ആമേൻ ടൈത്ത്, 3 നേർച്ചകൾ, 4 ഫെയ്ത്ത് സീഡ്, വിശ്വാസത്തിന്റെ ആമേൻ എന്താ പറയാമെന്ന്, വിശ്വാസത്തോടെ വിതയ്ക്കുന്ന ഫെയ്ത്ത് സീഡുകൾ. 5-ാമത്തേതാണ് ഫസ്റ്റ് ഫ്രൂട്ട്, നമ്മുടെ ആദ്യ ഫലങ്ങൾ. 6-ാമത്തേതാണ് ഓണറേറിയം എന്ന് പറയുന്നത്. ആമേൻ. 7-ാമത്തെ കാര്യമാണ് പ്രൊഫറ്റിക്കൽ സീഡ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. 8-ാമത്തെ കാര്യമാണ് സാക്രിഫിഷ്യൽ സീഡ് എന്ന് പറഞ്ഞാൽ സാക്രിഫിഷ്യലി ഞാൻ കൊടുക്കുക. കയ്യിലൊന്നും കാണത്തില്ല. സാക്രിഫൈസ് എന്ന് പറയുന്നത് എന്തുവാ? അത് പെയിനാ. സാക്രിഫിഷ്യൽ സീഡ് ഉണ്ട്, അതെടുത്ത് കൊടുക്കുക. അപ്പൊ ഇതാണ് എൻ്റെ കാര്യം. ഇനി സാമ്പത്തികമായി നമുക്കൊരു അച്ചടക്കം ഉണ്ടായിരിക്കണമെങ്കിൽ, നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമുക്ക് ഈ സാമ്പത്തിക അച്ചടക്കം എന്നൊരു കാര്യം നമ്മൾ വളരെ വളരെ കൃത്യമായിട്ട് നമ്മൾ പാലിക്കണം. ഐ മീൻ, ഈ ഫിനാൻഷ്യലി പലരും ഈ കേഴ്സ് അനുഭവിക്കുന്ന സാമ്പത്തിക ശാപത്തിൻ്റെ ചില കാരണങ്ങൾ ഞാൻ സത്യമായിട്ട് ഞാനത് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഉത്തരവാദിത്തമില്ലാത്ത പൈസ ദുർവിനിയോഗം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ മോർ എന്ന് പറയുന്നൊരു കൾച്ചറിലാണ് ജീവിക്കുന്ന. മോർ എന്തോ, എത്ര കിട്ടിയാലും മനുഷ്യന് മതിയാവത്തില്ല. മോർ. ഫേസ്ബുക്ക് തുറക്കാനൊക്കത്തില്ല, വാട്സാപ്പ് തുറക്കാനൊക്കത്തില്ല. ഈ പരസ്യത്തിന്റെ ബഹളം എന്തുവാ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ എല്ലാ പരസ്യവും നമുക്കുള്ളതല്ല. എല്ലാ പരസ്യവും നമുക്കുള്ളത് അല്ല. ഇപ്പം സിബിയോട് ഒരു സിബി വാട്സാപ്പിൽ നോക്കുമ്പോൾ പറയുകയാണ്, ആനയെ കെട്ടാനുള്ളൊരു ചങ്ങല ഓഫറിൽ കിടക്കുക. ആനയെ കെട്ടാനുള്ള ചങ്ങല 80% ഓഫർ. ഈ ഓഫർ അത് കണ്ട നമ്മുടെ ആൾക്കാർ ചാടും. എന്തുവാ ഐറ്റം ഒന്നും പോലും നോക്കിയില്ല, സംഗതി തപ്പി വന്നപ്പോൾ ആനയെ കെട്ടാനുള്ള ചങ്ങല. അപ്പം വൈഫിനോട് പറഞ്ഞു, നമുക്കൊരു വാങ്ങിച്ചാലോ? ഇപ്പം വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഇപ്പം പശുവിനെ കെട്ടാനുള്ള കയറ് വാങ്ങിച്ചാൽ മതി. കൈ അടിച്ചില്ലേലും കുഴപ്പമില്ല, ഇത് കൈ അടിക്കാതെ അകത്ത് കയറിയാ. പശുവിനെ കെട്ടാനുള്ള കയർപ്പം വാങ്ങിയില്ല. എന്തിനാ ഈ ഓഫറാന്ന് പറഞ്ഞ ആനയെ കെട്ടാനുള്ള തുടൽ വാങ്ങിച്ചു. എങ്ങനെ തുടൽ പലതും കൂടെ അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അവസാനം വെക്കാൻ സ്ഥലമില്ലാതെ അത് തലവേദനയായിക്കൊണ്ടിരിക്കുക. ആവശ്യമുള്ളത് ഉള്ളതിൽ ജീവിക്കാൻ പഠിക്കുക. പൗലോസ് പറഞ്ഞ കാര്യമുണ്ട്, താഴ്ചയിലിരിക്കാനും സമർത്ഥയിലിരിക്കാനും ഞാൻ ശീലിച്ചിരിക്കുന്നു. പറഞ്ഞ് ശീലിച്ചിരിക്കുന്നു. ഉറക്കെ പറ, ഇത് ശീലിക്കണം. പറഞ്ഞേ. അയ്യോ, നമുക്ക് ഈ അടുത്ത കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ജൂലൈ മാസം ഒരു ടെസ്റ്റ് മണി സൺഡേ എന്നൊരു സൺഡേ ഞാൻ ഇടാൻ പോവാം. ടെസ്റ്റ് മണി സൺഡേ ഓരോരുത്തരുടെയൊക്കെ ടെസ്റ്റ് മണി കേട്ടാൽ ഞെട്ടിപ്പോകും. കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്നപ്പം ഒരാൾ സാക്ഷി പറയാണ്, പാസ്റ്റർ 50,000 രൂപ ഞങ്ങൾക്ക് കടം ഉണ്ടായിരുന്നു. 50,000 രൂപ കടത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യാതെ ഞങ്ങൾ 4 പേരും കൂടെ വിഷം കഴിച്ച് മരിക്കാനിരുന്നതാണ്. അത് രസമാണ്. ഞാൻ ചോദിച്ചു, എന്ത് വിഷം? എലി വിഷം. ഞാൻ പറഞ്ഞൊരു നല്ല സാധനം വാങ്ങിക്കും. എന്തോ വിഷമോ? അവസ്ഥ ആലോചിച്ച് നോക്ക്. അത് ചാകുമോ? അതുമില്ല. പിന്നെ ആ നിലയിൽ നമ്മുടെ ചർച്ചിൽ വന്നാലുള്ള അവസ്ഥ, എൻ്റെ ദൈവമേ, അങ്ങനൊന്നും ചാകത്തില്ല. ദൈവം കണ്ടത് എവിടെ പോയി ചാകാൻ? അപ്പൊ പിശാച് പറയാ ചത്തോളാൻ. 50,000 രൂപ 50. ആ കണക്കിന് ഞാനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ പിശാച് നമ്മളെ ട്രാപ്പ് ചെയ്യാണ്. 1000 രൂപയുള്ള 1000 രൂപ വരുമാനത്തിൽ ജീവിക്കാൻ പഠിക്കുക. 10,000 രൂപ ഉണ്ടോ 10,000 രൂപ വരുമാനത്തിൽ ജീവിക്കാൻ പഠിക്കുക. എൻ്റെ ഒരു പോളിസി ഞാൻ പറയാം, നിങ്ങൾ ശമ്പളക്കാരനാണെങ്കിൽ, നിങ്ങൾ സാലറിയുടെ ആണെങ്കിൽ, നിങ്ങളുടെ സാലറിയുടെ ഒരു 30% നിങ്ങൾ സേവ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. 30% സേവ് ചെയ്യാൻ പഠിക്കണം. 100% സേവ് ചെയ്യരുത്, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. സ്വത്രം 50, 60 അത് കൂട്ടി നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും മിനിമം എത്ര രൂപ സേവ് ചെയ്യണം?
10,000 രൂപ നിനക്ക് വരുമാനമുണ്ടെങ്കിൽ, സാലറീഡ് ആണെങ്കിൽ, വിശ്വാസത്താൽ ജീവിക്കാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 10,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ 3,000 രൂപ സേവിങ് ഡിപ്പോസിറ്റ് ഇടണം. നാളേക്കുള്ള കരുതലാണ്. സ്തോത്രം. അതിനകത്ത് നിന്ന് ടൈത്ത് കൊടുക്കണം, ഓഫറിങ് ടൈത്ത്. അതിനകത്ത് ടൈത്ത് പോയി. എത്ര രൂപ പോയി? അന്നേരം 1,000 രൂപ പോയില്ലയോ? പിന്നെ എക്സ്ട്രാ ഓഫറിങ് പോയി 4 ആഴ്ച. 500 രൂപ വെച്ച് കൂട്ടറാ. 500 രൂപ വെച്ച് കൂട്ടുക 1,000 രൂപ, 2,000 രൂപ പോയി. അപ്പൊ 3,000 രൂപ പോയി. അങ്ങനെയൊക്കെ ഉപവാസ പ്രാർത്ഥനയുടെ ചെലവ് വന്നു. അതെല്ലാം ടൈത്തിൽ നിന്ന് എടുത്ത് കൊടുക്കരുത്. എല്ലാം പോയി. ഉണ്ടോ അവിടെ? സ്വത്രം. ടൈത്ത് എന്ന് പറഞ്ഞൊരു സീഡാണ്. സീഡ് പൊട്ടിക്കരുത്. സീഡ് ഒരു പയറെടുത്ത് പൊട്ടിച്ചിട്ട് പകുതി അവിടെ ഇവിടെ ഇടരുത്. പയറിന്റെ മണി പയർ പോലെ അങ്ങ് ഇടണം. ഒരു ഹല്ലേലൂയ വന്നോളൂ. ഇത് പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ മക്കളെ. ഇത് പഠിപ്പിച്ച് നമ്മൾ അടുത്തൊരു തലത്തിലേക്ക് നമ്മൾ സാമ്പത്തികമായിട്ട് കയറാനൊക്കത്തുള്ളൂ. ആമേൻ. എന്റെ കൂടെ ഉണ്ടോ? അപ്പൊ ഉള്ളതിൽ ജീവിക്കാൻ പഠിക്കുക. അടുത്തിടെ തട്ടിട്ട് പറ, കടം വാങ്ങിക്കാതെ ഉള്ളതിൽ ജീവിക്കാൻ പഠിക്കുക. നമ്മുടെ പഴയ ആൾക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ മുണ്ട് വരിഞ്ഞ് മുറുക്കി കെട്ടി, കാണിച്ചിരുന്നു, മുണ്ട് വരിഞ്ഞ് മുറുക്കി കെട്ടി ജീവിക്കാൻ പഠിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാക്കന്മാരാൽ നിനക്ക് സമ്പാദിച്ചു തന്ന സമ്പത്ത് നീ ആഡ് ഓൺ ചെയ്തില്ലെങ്കിലും അത് വിൽക്കരുത്. മിണ്ടുന്നില്ലല്ലോ. 10 സെന്റ് വസ്തു നിനക്ക് 1/2 സെന്റ് കിട്ടിയുള്ളൂ. ആ 1/2 സെന്റ് നിന്റെ അപ്പൻ വഴി നിന്റെ കൈ വന്നതാണെങ്കിൽ നീ അതിനെ വിൽക്കരുത്. അത് നിന്റെ അല്ല. എല്ലാം പോയി, എല്ലാ സ്തോത്രവും പോയി. ബിനോയ് പാസ് തന്നെ പ്രസംഗിച്ചാൽ മതിയായിരുന്നു. ഇത് അവരുണ്ടാക്കിയതും വിറ്റു, അപ്പന്റെയും വിറ്റു, അമ്മയുടെയും വിറ്റു, പെങ്ങളുടെയും വിറ്റു. അവസാനം കടക്കണിയിലായപ്പോഴാണ് ഇൻ ക്രൈസ്റ്റ് ചർച്ചിൽ ഒരു പാസ്റ്ററുണ്ട്, പോയാൽ അനുഗ്രഹിക്കപ്പെടും. വന്നിട്ട് 3 ആഴ്ച വന്നിട്ട് തല പറഞ്ഞുകൊണ്ട് എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടില്ല, ഞങ്ങൾ സഭ വിട്ടു പോവുക. പൊക്കോ, നശിപ്പിച്ച് തൊലച്ചിട്ട് എത്ര വർഷമായി? അനുഗ്രഹിക്കപ്പെടാൻ ഒരു അവസരം ദൈവത്തിന് കൊടുക്ക. അനുഗ്രഹിക്കപ്പെടാൻ അവസരം ദൈവം കൊടുക്ക. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ എന്താ ചെയ്യുന്നറിയോ? ഇതിന്റെ ഈ ഓട്ട അടച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ ഈ ലീക്കേജുള്ള ഭാഗം അടച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയാം, അത് അടഞ്ഞു കഴിഞ്ഞു. പതിയെ പലരും പൊങ്ങാൻ തുടങ്ങി. രണ്ടാമത്തെ കാര്യം, ഈ ദരിദ്രർക്ക് നേരെ കണ്ണടയ്ക്കരുത്. പറഞ്ഞ ദരിദ്രർക്ക് നേരെ കണ്ണടയ്ക്കരുത്. നിന്നേക്കാൾ സാമ്പത്തിക ശേഷി കുറഞ്ഞ ഒരാൾ നിന്റെ മുമ്പിൽ വന്ന് നിന്നാൽ, നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ആളെ ഹെൽപ്പ് ചെയ്യണം. സ്തോത്രം പോയല്ലോ. ഒരു ഹല്ലേലൂയ പറ. ഗലാത്യലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഗലാത്യലേഖനം 2:10. പെട്ടെന്ന് സമയം പോയി. ഗലാത്യർ 2:10. ദരിദ്രരെ ഞങ്ങൾ ഓർത്തു കൊള്ളണം. പുതിയ നിയമത്തിന്റെ ഒരു ദൂതാണ്. ദരിദ്രരെ പറഞ്ഞേ, പറ ദരിദ്രരെ ഓർക്കണം. ഒരാവശ്യമുണ്ട് നിന്റെ ചർച്ചിനകത്ത്, ഒരാവശ്യമുണ്ട്. സ്കൂൾ സീസൺ വരികയല്ലേ? സ്കൂൾ സീസൺ വരിക. നിന്റെ കുഞ്ഞിന് സ്കൂൾ ബാഗ് വാങ്ങിക്കുമ്പോൾ നിന്റെ അയൽപക്കത്ത് സ്കൂൾ ബാഗ് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കുഞ്ഞിന് ഒരു ബാഗ് വാങ്ങിച്ചു കൊടുത്തല്ലേ? നീ 10 നോട്ട്ബുക്ക് വാങ്ങിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു 4 നോട്ട്ബുക്ക് എന്ത് പറ്റി? എല്ലാവർക്കും വാങ്ങിച്ചു കൊടുത്തേരെ. അനുഗ്രഹിക്കപ്പെടാനുള്ള മറുപടി ആയത് പറഞ്ഞ ദരിദ്രരെ മറന്നു കളയരുത്. അടുത്തൊരു പ്രധാനപ്പെട്ട സാമ്പത്തികമായ ശാപം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം, ചതിവും വഞ്ചനയും കാരണമായി 1 രൂപ പോലും നിങ്ങളുടെ കൈ കാണരുത്. പറഞ്ഞ ചതിവും വഞ്ചനയും. ഉറക്കെ പറ, ചതിവും വഞ്ചനയും കാരണം ഒരാളുടെയും പൈസ എൻ്റെ കയ്യിലിരിക്കരുത്. നിന്റെ കയ്യിലൊരു 100 രൂപ ഇരുന്നിട്ട് ഒരിക്കലും ആ 100 രൂപ കരയരുത്. ആ 100 രൂപ അവിടെ കിടന്ന് നിലവിളിക്കരുത്. ചതിച്ചു വാങ്ങുന്ന 10 ലക്ഷത്തേക്കാൾ അധ്വാനിച്ച് കിട്ടുന്ന 100 രൂപയ്ക്ക് ഭയങ്കര മൂല്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. മിനിസ്ട്രിയിൽ നിൽക്കുമ്പോൾ പാസ്റ്റർ ഞങ്ങൾ ആരെയും ചതിക്കത്തില്ല. ആര് പറഞ്ഞു ചതിക്കത്തില്ലെന്ന്? മിനിസ്ട്രിയിൽ ഒരിക്കലും മാനിപ്പുലേഷൻസ് നടത്തരുത്.
കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് പറഞ്ഞു, പാസ്റ്റർ എല്ലാവരും 99% ആളുകളും പ്രവചനത്തിന്റെ പുറകിലാണ്. പ്രവചനത്തിന്റെ പുറകിലാണ്. ഞാൻ പ്രവാചകന്മാർക്ക് എതിരല്ല, ഞാൻ പ്രവാചകന്മാരെ പ്രൊമോട്ട് ചെയ്യുന്ന, പ്രവാചകന്മാരെ റെസ്പെക്ട് ചെയ്യുന്ന സഭയാണ്. ആമേൻ. സജി ബ്രദർ എന്നോട് ദൂത് കേൾക്കാൻ നിൽക്കുന്നു എന്ന കാരണത്താൽ ഞാൻ സജി ബ്രദറിനെ ചതിച്ച് ആമേൻ ഞാൻ സാമ്പത്തികം ഉണ്ടാക്കരുത്. എന്റെ കൂടെ ഉണ്ടോ? ചേർന്നൊരു ഹല്ലേലൂയ പറ. ആമേൻ. സദൃശവാക്യങ്ങളുടെ 21:6 എഴുതിയിരിക്കുന്നു. Proverbs 21:6. പെട്ടെന്ന് ഇന്നുകൊണ്ട് ഈ സംഭവം ക്ലോസ് ചെയ്ത് പ്രാർത്ഥിക്കണം. Proverbs 21:6. കള്ളനാവ് കൊണ്ട് ധനം സമ്പാദിക്കുന്നത് പാറിപ്പോകുന്ന ആവിയാകുന്നു. എന്തോ പറഞ്ഞ കള്ളനാവ് കൊണ്ട് പണം സമ്പാദിക്കുന്നത് പാറിപ്പോകുന്ന ആവിയാണ്. നമ്മുടെ സാമ്പത്തികത്തെ ദൈവം അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ. നിനക്കുള്ളത് കൊഴിഞ്ഞു പോകാതെ എന്റെ ദൈവം സൂക്ഷിക്കും പ്രിയപ്പെട്ടവരെ. ആമേൻ. പ്രത്യേകിച്ച് ചർച്ചിലുള്ള കൂട്ടു സഹോദരന്മാരുടെ ബന്ധത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജോലിയൊക്കെ ചെയ്യുന്നവരും സഹായിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇപ്പം നമ്മളിപ്പം ആമേൻ നമ്മുടെ ബിസിനസ്സുകാർ പലരുണ്ട്. നെവ ടെക്സ്റ്റൈൽസ് ഉണ്ട്, ബ്രദേഴ്സ് മെറ്റൽസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ആമേൻ ബിസിനസ്സുകളുണ്ട്. ചർച്ചയിൽ നിന്ന് ഒരാൾ വരുമ്പോൾ ഒരു 10 രൂപ കുറച്ച് കൊടുത്തേക്കണം. ചർച്ചയിൽ നിന്ന് ഒരാൾ വരുമ്പോൾ ഒരു 10 രൂപ കുറച്ച് കൊടുത്തേക്കണം. ആമേൻ. അതുപോലെ ആമേൻ ഒരു കല്യാണക്കൊയറിന് നീ പോവുകയാണ്, ചർച്ചയിൽ നിന്ന് ഒരാൾ വരുമ്പോൾ ഒരു 100 രൂപ കുറച്ച് വാങ്ങിച്ചേക്കണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എന്ത് പറ്റി? പാസ്റ്റർക്ക് ഒരു 100 രൂപ കൂട്ടി കൊടുത്തേക്കണം. പറഞ്ഞ കള്ളനാവ് കൊണ്ട് ധനം സമ്പാദിക്കുന്നത് പാറിപ്പോകുന്ന ആവിയാണ് എന്ന് പറഞ്ഞാൽ, ഈ ശ്രീജി നമ്മുടെ അടുപ്പൊക്കെ തുറക്കുമ്പോഴേ ഈ അരി തിളച്ചിങ്ങനെ ആവി വരത്തില്ലേ? അതിനെ പിടിക്കാവോ നിനക്ക്? അതിന് എവിടെങ്കിലും നിനക്ക് ഒരുമിച്ച് കൂട്ടി വെക്കാവോ? ഇതാണ് ചതിവും വഞ്ചനയും. എത്ര പിടിച്ചാലും, നീ ലക്ഷക്കണക്കിന് ആളുകൾ പൈസ പിടിച്ചാലും അത് പിടിക്കാൻ പറ്റത്തില്ല. ഓ 100 രൂപയുള്ളോ? നിന്റെ കലത്തിലെ ഒരു പിടി മാവയുള്ളോ? വിധവേ, അതിനെ ദൈവം അഭിഷേകത്താൽ വർദ്ധിപ്പിച്ചു തരും. നിന്റെ ഭരണിയിലെ ഒരു ഭരണി എണ്ണയേ ഉള്ളോ? അതിനെ ദൈവം എന്റെ അഭിഷേകത്താൽ വർദ്ധിപ്പിച്ചു തരും. ചേർന്നൊരു നല്ല ഹല്ലേലൂയ പറ. ചതിവും വഞ്ചനയും ഒഴിവാക്കുക. 20:23 കൂടെ വായിച്ചു നമ്മള്. പ്രോവേർബ്സ് 20:23 എന്താ എഴുതിയിരിക്കുന്നത്? 2 തരം തൂക്കം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. കള്ളത്തുലാസ് കൊള്ളരുത്. ഇതെല്ലാം വേദപുസ്തകത്തിലെ കാര്യങ്ങളാണ്. വാ ചാട് അഭിഷേകം പ്രാപിക്കും, സൗഖ്യം പ്രാപിക്കുന്നു മാത്രമല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. വേദപുസ്തകം സാമ്പത്തികത്തെ കുറിച്ച് അതിശക്തമായി പഠിപ്പിക്കുന്ന പുസ്തകമാണ്. പക്ഷെ ആളുകൾക്ക് ഈ സാധനം തൊടാൻ പേടിയാണ്. ആളുകൾക്ക് ഈ സാധനം പഠിപ്പിക്കാൻ പേടിയാണ്. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, എന്റെ സഭയെ കാര്യം പഠിപ്പിക്കാൻ പറഞ്ഞു. കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പാണ്. എന്റെ കൂടെ ഉണ്ടോ? ചേർന്നൊരു ഹല്ലേലൂയ പറ. 4-ാമത്തെ കാര്യം, ഒരിക്കലും നിന്റെ ലേബറുടെ കൂലി ഒരിക്കലും പിടിച്ചു വെക്കരുത്. നിന്റെ വീട്ടിൽ ശമ്പളക്കാരനും ഒരു ജോലിക്കാരനും ഉണ്ടെങ്കിൽ അവന്റെ കൂലി പിടിച്ചു വെക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ പറ. അതോടൊപ്പം ആമേൻ, നിന്റെ യജമാനനെ നീ ചതിക്കരുത്, കൂടുതൽ ആവശ്യപ്പെടുകയും ചെയ്യരുത്. ഇത് രണ്ടും ഉണ്ട്. വിജയമാരൻ ഒരു ജോലി ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ജോർജ് ഒരു ജോലി ചെയ്യുന്നില്ല, ആ ജോലിക്ക് ഒരു ശമ്പളം ഉണ്ടല്ലേ?
അമ്മേ അത് മതി അച്ഛാ, 1000 രൂപ ഉണ്ട്, അത് മതി, എനിക്ക് 5000 രൂപ വേണമെന്ന് പിടിവാശി കാണിക്കരുത്. കയ്യിലുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിൽ ജോറച്ച നിൽക്കുകയാണ്, ജോലിക്ക് നിൽക്കുകയാണ്, കയ്യിലുണ്ടെങ്കിൽ അടുത്ത മാസം തരാമെന്ന് പറയരുത്. കയ്യിലുണ്ടെങ്കിൽ കൊടുത്തേക്കണം. എന്ത് പറ്റും എല്ലാവർക്കും? ഹല്ലേലൂയ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാവോ? അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, മദ്യപാനിയുടെ വീട്ടിൽ സാമ്പത്തികം നിൽക്കത്തില്ല. നിങ്ങൾ ആരും ഇത് മിണ്ടുന്നില്ല, എന്ത് പറ്റി? മദ്യപാനി യഹോവയ്ക്ക് അറപ്പാണ്. നിങ്ങൾ ആരും മദ്യപിക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കും. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാവോ? ഞാനിന്ന് രാവിലെ നിങ്ങളോട് പ്രവചിക്കും, അവൻ വിതയും വിത്തും പൊലിപ്പിക്കുന്നത് നിങ്ങൾ കാണും. വിതയും വിത്തും പൊലിപ്പിക്കുന്നത് നിങ്ങൾ കാണും. നിങ്ങളുടെ പൈസ അനാവശ്യമായ ആശുപത്രികളിൽ പോകത്തില്ല. എന്താ ഞാനിത് പറയുമ്പോൾ വലിയ ദൈവ സാന്നിധ്യം അനുഭവിക്കും. എത്ര പേരുടെ കൂടെ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട്? എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും, സമ്പത്ത് നൽകി അനുഗ്രഹിക്കും. ദൈവത്തിനെന്ന് പറഞ്ഞ് നീ നേർന്നിട്ടുള്ളതിനകത്ത് നീ കയറി തുടരുത്. ഒത്തിരി പേർ ചോദിക്കും, ദശാംശം കൊടുക്കാൻ സഭ, പൊന്നുമോനെ ദശാംശം കൊടുക്കാനല്ല പഠിപ്പിച്ചേക്കുന്നേ. എന്തുകൊണ്ടാണ് ആളുകൾക്ക് കൊടുക്കാൻ പറ്റാത്തതിന്റെ കാര്യം അറിയാം. മക്കെദോന്യ സഭയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. ആമേൻ, ആമേൻ. 2 കൊരിന്ത്യർ 8-9 അധ്യായങ്ങളിലാണ് ഗിവിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കുമ്പോൾ അവിടെ കൊരിന്ത്യ സഭയെ പഠിപ്പിക്കുകയാണ് മക്കെദോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ. അവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഗിവിങ് ഒരു ശുശ്രൂഷ എന്നാണ് പഠിപ്പിക്കുന്നത്. ഗിവിങ് ഈസ് എ മിനിസ്ട്രി. പ്രവചനം പോലെ, രോഗസൗഖ്യ ശുശ്രൂഷ പോലെ, വചന ശുശ്രൂഷ പോലെ കൊടുക്കുക എന്നുള്ളൊരു ശുശ്രൂഷയാണ്. അതെല്ലാവർക്കും അത് പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ കൊടുക്കാത്ത? ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന്റെയും മൂലകാരണം. എന്തുകൊണ്ട് പലരും സാമ്പത്തികത്തിൽ പിടിക്കുന്നത്? എല്ലാവരും ചർച്ചയിൽ വരുന്നത് സമ്പത്ത് കിട്ടാൻ വേണ്ടിയാണ്. കടം മാറണം, കടം, എല്ലാവരുടെയും കടം മാറട്ടെ. താങ്ക് യു. 2 കൊരിന്ത്യർ 8 ഒന്ന് പോയെ. എങ്ങനെയാ കൊടുക്കാൻ പറ്റുന്നത്? 2 കൊരിന്ത്യർ 8 പോയെ. എത്ര മിനിറ്റ് ഉണ്ട് ഇനി? ഓക്കെ, മാക്സിമം 10. 2 കൊരിന്ത്യർ 8 അധ്യായത്തിലേക്ക് പോകുമ്പോൾ മക്കെദോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ. അപ്പം മക്കെദോന്യ സഭയെ ഒരു ഉദാഹരണമാക്കി കൊരിന്ത്യ സഭക്കാരെ കൊടുക്കാൻ പഠിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പലപ്പോഴും പറയാറില്ലേ, സിബിയ കണ്ടു നോക്കും, അല്ലെങ്കിൽ രാജൻപോൾ പാസ്റ്റർ കണ്ട്. രാജൻപോൾ പാസ്റ്റർ ഉദാഹരണം നമ്മൾ പലപ്പോഴും പറയാറില്ല. അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ സഞ്ചി നിറച്ച് സാധനം തന്നു വിടും. ഒരു ഉദാഹരണം, മക്കെദോന്യ സഭയെടുത്ത് കൊരിന്ത്യ സഭക്കാർക്ക് കൊടുക്കാൻ അറിയത്തില്ല. കൊരിന്ത്യ സഭ കൃപാവരങ്ങളാൽ നിറഞ്ഞ സഭയാണ്, പക്ഷെ ഗിവിങ്ങിന്റെ റെവലേഷൻ അറിയത്തില്ല. അപ്പൊ ഈ മക്കെദോന്യ സഭയെ ഒരു ഉദാഹരണമാക്കിയിട്ട് പഠിപ്പിക്കുമ്പോൾ അതിന്റെ സഹോദരന്മാരെ, മക്കെദോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അടുത്തത്, കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും, ദാരിദ്ര്യം ധാരാളം ഔദാര്യം കുടിക്കാൻ, അവരുടെ കടം, അവരുടെ കടം കൂടുതൽ കൊടുക്കാൻ കാരണമായത്. ഇതെന്നാ പരിപാടിയത്? അവരുടെ മഹാദാരിദ്ര്യം, ദാരിദ്ര്യമല്ല, മഹാദാരിദ്ര്യത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്നാ മോനെ? അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? പറ, നിങ്ങളായിരുന്നു വേണ്ടത്. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? മഹാദാരിദ്ര്യത്തിൽ കൊടുക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ചർച്ചിന് ഇച്ചിരി പൈസ തരണം, ചർച്ചിന്റെ പണിയാണ്, ആമേൻ, വസ്തു വാങ്ങിക്കണം, ഞാൻ ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട്, അടിക്കുവാണെങ്കിൽ തരാം. ലോട്ടറി അടിച്ചിട്ട് ഒരാളും ചർച്ചിന് പൈസ തരാൻ ഒക്കത്തില്ല. ഒരാൾക്കും നീ ആ ലോട്ടറി എടുത്ത 300 രൂപ ഇതാ, നീ ലോട്ടറി എടുത്ത 300 രൂപ കൊണ്ട് സ്വത്രാഴ്ച ഇടാം. എന്ത് പറ്റും? എല്ലാവർക്കും ഭയങ്കര സീരിയസ് ആയല്ലോ എല്ലാവരും. സാരം ഇത് സീരിയസ് ആയിരുന്നു തോന്നുന്നു. അമ്മേ,
ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. 3-ാമത്തെ വാക്യം, വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോട് ഞങ്ങളോട് അപേക്ഷിച്ചു. ഇനി 4-ാം വാക്യം 5-ാം വാക്യം കൂടെ, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുക്കാൻ അവർ കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷിയാണ്. ഞാൻ സാക്ഷിയാണ്. ഇനി ശ്രദ്ധിച്ചേ, അത് ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല. അവർ കൊടുത്തതിന്റെ കാര്യം, അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവ ഇഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങളെയും ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ, അവർ പൈസ കൊടുക്കുന്നതിന് മുമ്പേ അവരെ ദൈവത്തിനങ്ങ് കൊടുത്തെന്ന്. ആമേൻ. സിബി ഇനി ദൈവത്തിന് തന്നാൽ സിബിയുടെ ഗിത്താർ തരാൻ എന്താ പരിപാടി? പ്രശ്നമല്ല ഉണ്ടോ? മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ ആരും മനസ്സിലാ. സ്നേഹേ ദൈവത്തിന് അങ്ങ് കൊടുത്തു മോളെ. സ്നേഹേ ദൈവത്തിന് മുഴുവനുമായി കൊടുത്താൽ പിന്നെ സ്നേഹി പൈസ കൊടുക്കാൻ പ്രശ്നമുണ്ടോ? അപ്പൊ എന്തുകൊണ്ടാണ് പലരും ഗിവിങ് ചെയ്യാത്തതെന്ന് വെച്ചാൽ, അവരുടെ സമർപ്പണം പെർഫെക്റ്റ് അല്ല. അവരെ കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞതല്ല, പൗലോസ്. അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവ ഇഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അപ്പൊ ആദ്യം കർത്താവിന് അവരെ ഏൽപ്പിച്ചാൽ പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് കൊടുക്കുന്നതിന് പ്രശ്നമില്ല. കാര്യം ഞാൻ എന്നെ കംപ്ലീറ്റ് കർത്താവിന് കൊടുത്തല്ലേ. ഇനി വേണ്ടി പുതിയ ചെക്ക് തരാൻ സമയമായി. കൈപൊക്കിയ സ്വത്രം പറ. അമ്മേ, ഒരു കവർ കൊടുത്തേക്കണം അലക്സാന്റെ. അങ്ങ് ആൽബിന്റെ കൊടുത്തു വിട്ടാ മതി. അടുത്ത വാക്യം വായിച്ചേ, നിർത്തി. ഇനി ശ്രദ്ധിച്ചേ, അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങൾക്കിടയിൽ ഒരു ധർമ്മശേഖരം നിവർത്തിക്കണമെന്ന് ഞങ്ങൾ. അപ്പൊ ഈ ഫണ്ട് റൈസിംഗ് എന്നുള്ളത് 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്കകത്ത്, ഇത്രയും റൈസ് ചെയ്ത സഭയ്ക്കകത്താണ് പറഞ്ഞത് അവർക്കിടയിൽ ഒരു മുട്ടും ഉണ്ടായിരുന്നില്ല. അവർക്കിടയിൽ ഒരു മുട്ടും ഉണ്ടായിരുന്നില്ല. ഇനി അത്രയും മനസ്സിലാക്കിയാൽ മതി. ഞാൻ അതിനെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ. ഇനി ഈ സാമ്പത്തിക വിഷയങ്ങൾക്കകത്ത് സഭ കാണിക്കേണ്ട ഒരു അച്ചടക്കമുണ്ട്. സഭ കാണിക്കേണ്ട അച്ചടക്കം. നിങ്ങളെല്ലാവരും കൂടെ പൈസ തരിക, അത് തോന്നിയെടുത്ത് കൊടുക്കാനൊക്കത്തില്ല. അത് തോന്നിയ പോലെ എനിക്കെടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ഇഷ്ടത്തിനെതിർത്ത് ചെലവാക്കാനൊക്കത്തില്ല. സ്തോത്രം. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ആമേൻ. 2 അതിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 8:20 എന്താ എഴുതിയിരിക്കുന്നത്? 8:20, ഞങ്ങൾ നടത്തി വരുന്ന ഈ ധർമ്മശേഖര കാര്യത്തിൽ ആരും ഞങ്ങളെ അപവാദം പറയാതിരിക്കാൻ പറഞ്ഞ് സൂക്ഷിച്ചുകൊണ്ട്. എല്ലാവരും പറഞ്ഞ ശുശ്രൂഷകന്മാർ പറഞ്ഞ്, എൻ്റെ കയ്യിൽ വരുന്ന പൈസയെ സംബന്ധിച്ച് ആരും എന്നെ അപവാദം പറയാതിരിക്കാൻ സൂക്ഷിക്കണം. റൈസംബാസങ്ങളുടെ പൈസ എല്ലാം വെട്ടിച്ചോണ്ട് പോയി. ഞങ്ങൾ ചർച്ച പണിക്ക് കൊടുത്ത പൈസ കൊണ്ട് റൈസംബാസർ വീട് പണിതു. ഇടുന്നില്ല. ഞങ്ങളുടെ ദശാംശം സ്വതരാഴ്ച എടുത്തുകൊണ്ട് റൈസംബാസർ വണ്ടി വാങ്ങിച്ചു. ഒരുത്തനെയും പറയാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ വിടുന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങളോട് മാത്രമല്ല, തിരിച്ച് ഞങ്ങൾക്കുമുണ്ട് ഇതിനകത്ത് ഉത്തരവാദിത്തങ്ങൾ. ഇവിടെ നിന്ന് അങ്ങോട്ട് മാത്രം പറയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ 3 വിരൽ എന്നെ നെഞ്ചത്തിരിക്കുക. എന്തുകൊണ്ടാണ് പല സഭകളും ഇത് പഠിപ്പിക്കാത്തത്? പഠിപ്പിക്കണമെങ്കിൽ അവിടുത്തെ പാസ്റ്റർക്ക് ഒരു സാമ്പത്തിക അച്ചടക്കം വേണം. ആമേൻ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? എനിക്ക് ഈ സംഭവം പ്രസംഗിക്കാൻ നല്ല പ്രാഗൽഭ്യമുണ്ട്. ഇവിടെ നല്ല പ്രാഗൽഭ്യത്തോടു കൂടെ നിങ്ങളുടെ മുമ്പിലും ലോകത്തിൽ ആരുടെ മുമ്പിലും ഞാൻ പ്രസംഗിക്കും. അതിന് ഞാൻ ഒരാളുടെ പൈസ വെട്ടിച്ചെന്നോ ഒരാളെ കൊണ്ട് ചതിച്ചെന്നോ ഇന്ന് വരെ ഒരു കാര്യം എന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ല. എനിക്ക് ദൈവസന്നിധി നിൽക്കുമ്പോൾ ദൈവം എനിക്ക് തന്ന പ്രാഗൽഭ്യമാണത്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ അപവാദം പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊണ്ട് 20-ാമത്തെ വാക്യം 21-ാം വാക്യം, ഞങ്ങൾ കർത്താവിന്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും യോഗ്യമായത് മുൻകരുതി. അപ്പൊ ഈ സാമ്പത്തിക വിഷയം എല്ലാം ദൈവം അറിയുന്നുണ്ടല്ലോ. ഞങ്ങൾ കൊടുക്കുന്നോ കൊടുക്കത്തില്ലയോ ദൈവം മാത്രം പറഞ്ഞാൽ പോരാ, മനുഷ്യനും അറിയണം.
സ്വത്രം പോയി. എൻ്റെ കൈ കിട്ടിയ പൈസ, എൻ്റെ കൈ കിട്ടിയ ബോസെ വാടാ പറയട്ടെ, എൻ്റെ കൈ കിട്ടിയ പൈസ 10 ലക്ഷം രൂപ തന്നു, അത് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. പറ്റത്തില്ല മോനെ. അത് ഞാനും ദൈവമായിട്ട് നോക്കും. പറ്റത്തില്ല മോനെ. തന്നവനും അറിയണം. നിങ്ങൾക്ക് ആർക്കും എപ്പോഴും പോയി ഓഫീസിൽ തിരക്കാം. ഇവിടുത്തെ ഓരോ ദിവസത്തെ സ്വത്ര കാഴ്ച, ഇവിടുത്തെ ഓരോ ദിവസത്തെ ഫണ്ടും അപ് ടു ഡേറ്റ് ആണ്. ആമേൻ. എല്ലാ വർഷവും ഓഡിറ്റിംഗ് നടത്തി. ഇവിടെ 1 രൂപ ഇല്ലാത്തപ്പോൾ, ഇവിടെ ചർച്ചിനകത്ത് 1 രൂപ വരുമാനം ഇല്ലാത്തപ്പോൾ ഓഡിറ്ററെ വെച്ച് ഓഡിറ്റ് നടത്തി. ആമേൻ. ഹല്ലേലൂയ. എനിക്കതിൻ്റെ ഇവിടെ അങ്ങനെയൊന്നും ചെയ്യുന്ന ആരും ഇല്ല, എൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു വലിയ പ്രോജക്റ്റ് മുമ്പിലുണ്ട്. കർത്താവ് എൻ്റെ കയ്യിൽ ഇത് തരണമെങ്കിൽ ഞാനിതിൽ വിശ്വസ്തനായിരുന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവം ചില സാമ്പത്തികത്തിൽ വിശ്വസ്തന്മാരെ അന്വേഷിക്കുന്നു. എന്തിനെന്നറിയാമോ? ഇല്ലാത്തവന്റെ കയ്യിൽ നിന്നും കൂടെ എടുത്ത് ഉള്ളവന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദൈവം വിശ്വസ്തന്മാരെ അന്വേഷിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ചിലരെ ദൈവം ഉയർന്ന നിലയിൽ സാമ്പത്തികമായി അനുഗ്രഹിക്കാൻ പോകുന്ന ഒരു സീസണാണ്. ആമേൻ. മനുഷ്യരുടെ മുമ്പാകെയും ദൈവത്തിന്റെ മുമ്പാകെയും പറഞ്ഞ സാമ്പത്തിക വിഷയത്തിൽ മനുഷ്യരുടെ മുമ്പാകെയും ദൈവത്തിന്റെ മുമ്പാകെയും യോഗ്യമായത് മുൻകരുതണം. അടുത്ത വാക്യോടെ വായിരുന്നു നിർത്തട്ട. ഞങ്ങൾ പലതിലും പലപ്പോഴും ശോധന ചെയ്ത്, ഇനി ഈ വിഷയം ഏൽപ്പിക്കുന്നത് പലതിലും പലപ്പോഴും ശോധന ചെയ്ത് ഉത്സാഹിയായി കണ്ടും ഇപ്പോഴും തനിക്ക് നിങ്ങളെക്കുറിച്ച് ധൈര്യം പെരുകുകയാൽ അത്യുത്സാഹിയുമായ നമ്മുടെ സഹോദരനെ ആരെ ഏൽപ്പിച്ച? തീത്തോസിനെ. ഈ ഫണ്ടെല്ലാം കൂടെ ഏൽപ്പിച്ചിട്ട് ഫണ്ട് കൈകാര്യം ചെയ്തവൻ, ഞാൻ പറയും ചർച്ചിനകത്ത് സ്തോത്ര കാഴ്ച ഉണ്ടെന്നും സ്തോത്ര കാഴ്ച കണക്ക് നോക്കുന്നവനും ആയിരിക്കണം ഏറ്റവും അധികം കൊടുക്കുന്നത്. സ്തോത്രം സ്തോത്രം പോയല്ലോ എല്ലാവർക്കും. തരട്ടെ, അക്കൗണ്ട് തരട്ടെ, നോക്കോ അക്കൗണ്ട് സ്തോത്രാഴ്ച എല്ലാം ഏൽപ്പിക്കട്ടെ. സ്തോത്രം എഴുതണം, എല്ലാം എഴുതി വെക്കും. 3-4 മാസം ഉറങ്ങാനൊക്കത്തിൽ ഓഡിറ്ററെ വെക്കുമ്പോൾ താണ്ട ഇരിക്കുന്നു, കണ്ണെല്ലാം കുഴിഞ്ഞിരിക്കും. ഓരോരുത്തരുടെയും പൈസ എഴുതി. അപ്പോ ഈ പൈസ നോക്കണേ. ഞങ്ങൾ പലതിലും പലപ്പോഴും ശോധന ചെയ്ത് ഉത്സാഹിയായി. ഇതങ്ങനെയൊന്നും ആരെ ഏൽപ്പിക്കാനൊക്കത്തില്ല. പലതിലും പലപ്പോഴും ശോധന ചെയ്ത് നിർത്തി. ഇതായില്ല ഇതന്നെ. നമ്മൾ ദിനപാസം നമ്മുടെ ചർച്ചിൽ ഒരാളെ ഒരു ഫണ്ട് റേസിങ്ങിന്റെ വിഷയം ഏൽപ്പിക്കുമ്പോൾ, അച്ഛൻ കൊള്ളാം കേട്ടോ, അച്ഛനെ അങ്ങനെ ഏൽപ്പിക്കരുത്, അമ്മമ്മ കൊള്ളാം കേട്ടോ, അങ്ങനെ ഏൽപ്പിക്കരുത്. അവനെ പലപ്പോഴും പലതിനും ശോധന ചെയ്യണം. ജോർച്ചാൻ ഞാൻ ഇങ്ങനെ ശോധന ചെയ്തിട്ടാണ് ജോർച്ചാനെ ഇത് ഏൽപ്പിക്കുന്നതെങ്കിൽ എന്റെ ദൈവം എന്തോരം എന്നെ ശോധന ചെയ്തിട്ടാണ് എന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതെന്ന് ഒരു വെളിപ്പാട് മാത്രം ഉണ്ടായാൽ മതി. അത്രയും മാത്രം മതി. ഇനി കൂടുതൽ പഠിപ്പിക്കലിന്റെ ആവശ്യമില്ല. അത്രയും പിടി കിട്ടിയോ മക്കളെ? മനസ്സിലാവൂടാ? ഞാൻ അജോയെ പാസ്റ്ററെ, സഞ്ജു പാസ്റ്ററെ, ഈ ഇരിക്കുന്ന ദേവാസന്മാരെയൊക്കെ ഒരു കാര്യം ഏൽപ്പിക്കാൻ ഞാൻ പലപ്പോഴും പലതിലും ശോധന ചെയ്തിട്ടാണ് ഞാൻ ഒരു കാര്യം സജി ബ്രദറിനെ ഏൽപ്പിക്കുന്നതെങ്കിൽ എന്റെ ദൈവം എത്രയോ വലിയ കാര്യങ്ങളാ മക്കളെ നമ്മളെ ഏൽപ്പിക്കാൻ നമ്മളെ ശോധന ചെയ്യുന്നറിയോ? അതുകൊണ്ട് ഷായിച്ചാന്റെ കയ്യിൽ കിട്ടുന്ന 1000 രൂപയിൽ ദൈവം പഠിക്കുന്നു, നീ 1000-ൽ വിശ്വസ്തനാണോ? മോനിഷയുടെ കയ്യിൽ ഏൽക്കുന്ന 2000-ൽ ദൈവം നിന്നെ പഠിക്കുന്നു, നീ 2000-ൽ വിശ്വസ്തനാണോ? ഹല്ലേലൂയ. ഇവിടെ ആമേൻ 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 ഹല്ലേലൂയ. മോളുടെ കയ്യിൽ കിട്ടുന്ന 500 രൂപയിൽ ദൈവം നിന്നെ പഠിക്കുന്നു, നീ വിശ്വസ്തനാണെന്നോ? ഇങ്ങനെ പലതിലും നിന്നെ ശോധന ചെയ്തിട്ട് ഒരു സമയമാകുമ്പോൾ ദൈവം പറയും, അവന്റെ കയ്യിൽ താലന്തുകൾ റിലീസ് ചെയ്തേരെ. അവന്റെ കയ്യിൽ ആ കോടിക്കണക്കിന് രൂപ കൊടുത്തേരെ. അവൻ അപവാദം കേൾപ്പിക്കത്തില്ല. അവൻ മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിന് മുമ്പിലും സാമ്പത്തികത്തിൽ വിശ്വസ്തനായിരിക്കും. ഞാൻ ഉറപ്പായിട്ടും പറയാം, അങ്ങനെ നിന്റെ വിശ്വസ്തത തെളിയിച്ചാൽ ഈ സീസണിൽ ദൈവത്തിന്റെ ഭണ്ഡാരത്തിന്റെ
കിളിവാതിലല്ല തുറക്കുന്നത്. ദശാംശം കൊടുക്കുമ്പോൾ ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കുമെങ്കിൽ പുതിയ നിയമത്തിൽ നീ മകനാണ്, നീ അവകാശിയാണ്, നീ കൂട്ടവകാശിയാണ്. അവന്റെ സമ്പത്തിന്റെ കിളിവാതിലല്ല, അവന്റെ സമ്പത്തിന്റെ മെയിൻ ഡോർ തുറന്നിട്ട് നിന്നെ ആ സമ്പത്തിനകത്തേക്ക് വിളിച്ചു കയറ്റി ആ സമ്പത്തുകളെ കൈകാര്യം ചെയ്യാൻ എന്റെ ദൈവം നിന്നെ ഉപയോഗിക്കും. ഓ, ഞാനത് വിശ്വസിക്കുന്നു. നിർത്തി പ്രാർത്ഥിക്കാം. ഇതിപ്പോഴെങ്ങും തീരത്തില്ല സത്യത്തിൽ. ചർച്ചിന് മനസ്സിലായോ? കാര്യം പിടികിട്ടിയോ? അനുഗ്രഹിക്കപ്പെടണോ? പറ, അനുഗ്രഹിക്കപ്പെടണോ? ആമേൻ, ഹല്ലേലൂയ. 10,000 ഒന്നും കൊടുക്കണ്ട. വിധവയുടെ 2 കാശുണ്ടല്ലോ, ദൈവത്തിന് ഭയങ്കര വിലയാണത്. വിധവയുടെ 2 കാശിന്റെ വില, വലിപ്പം ഭയങ്കര വലുതാണത്. ആമേൻ. ടോണി, അതിന് ഭയങ്കര മൂല്യമാണ്. ഒരുമിച്ച് എഴുന്നേറ്റ് നിർത്തുക, പ്രാർത്ഥിക്കുക. ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് വണ്ടിക്കൂലിക്ക് ഞെരുങ്ങുന്ന നിന്റെ കൈകളിലായിരിക്കും നാളെ ഈ ചർച്ചിന്റെ ഫണ്ടുകൾ ദൈവം ഏൽപ്പിക്കുന്നു. ഇന്ന് സാമ്പത്തികമായി ഞെരുങ്ങുന്ന നിന്റെ കുഞ്ഞിന്റെ കയ്യിലായിരിക്കും എന്റെ ദൈവം സമ്പത്തിന്റെ കലവറകളെ തുറന്നു തരുന്നത്. ഇന്ന് ഞെരുക്കത്തിൽ ബുദ്ധിമുട്ടുന്ന നിന്റെ കയ്യിലായിരിക്കും ദൈവരാജ്യത്തിന്റെ സമ്പത്ത് അമർത്തി കുലുക്കി കവിയുന്ന ഒരു അളവ് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ഞാനിന്ന് പകൽ പ്രവചിക്കുന്നു, നിന്റെ കയ്യിലെ ചെറിയത് വർദ്ധിക്കുന്ന സീസണാണ്. ഒരു പ്രൊഫറ്റിക്കൽ സീഡ്, ഞാൻ പറയാം, ഒരു പ്രൊഫറ്റിക്കൽ സീഡ്, വിശ്വാസത്തിന്റെ സീഡല്ല നീ ഇറങ്ങിയോണം ഇന്നത്തെ ദൂതിന്റെ മുമ്പിൽ. ആമേൻ. ഇന്നത്തെ ദൂതിന്റെ മുമ്പിൽ നീ ഒരു പ്രവചിക്കണ, അവന് പ്രൊഫറ്റിക്കൽ സീഡോ ഒരു വിശ്വാസത്തിന്റെ സീഡോ, ഞാൻ പറഞ്ഞ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്തല്ല, ദൈവത്തോടുള്ള പ്രതികരണത്തിന്റെ ഭാഗമായിട്ട്. അടുത്ത 6 മാസത്തിനകം ചർച്ചിന്റെ ഫണ്ട് റിലീസ് ആകും. അടുത്ത 6 മാസത്തിനകം നിന്റെ ജപ്തികൾ എഴുതി തള്ളിപ്പോകും. അടുത്ത 6 മാസത്തിനകം നീ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി നീ തിരിച്ചു പിടിക്കും. അടുത്ത 6 മാസങ്ങൾ വെട്ടിക്കിളികളെ എന്റെ ദൈവം ശാസിക്കും. അടുത്ത 6 മാസം കായ് പൊഴിയാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അടുത്ത 6 മാസം സ്ഥലം പോരാതെ വണ്ണം എന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആരെങ്കിലും ഒക്കെ വിശ്വസിക്കുന്നവരുണ്ടോ? ആമേൻ. നിന്റെ ധാന്യത്തെ, നിന്റെ വിത്തിനെ ദൈവം വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. ഞാൻ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനെ വിശ്വസിക്കുന്നു. ഞാൻ മിറക്കിൾ മണിയെ വിശ്വസിക്കുന്നു. അത് പാസ്റ്റർ എന്താ മിറക്കിൾ മണി? നിന്റെ ആവശ്യത്തിന് വേണ്ടി മീനിന്റെ വായിൽ ബ്രഹ്മ വെച്ച് നിന്റെ ചൂണ്ടയിൽ കൊരുപ്പിത്തരുന്ന അത്ഭുത മണികളെ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ ഞാൻ ചർച്ചിന്റെ മേൽ മിറക്കിൾ മണികളെ തുറക്കുന്നു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നീ വിതയ്ക്കാത്ത സ്ഥലത്ത് നിന്ന് നീ കൊയ്യും. നീ നട്ടിട്ടില്ലാത്ത വൃക്ഷത്തിന്റെ ഫലം നീ അനുഭവിക്കും. നീ കുടിച്ചിട്ടില്ലാത്ത കിണറ്റിൽ നിന്ന് നീ കുടിക്കും. എനിക്കറിയത്തില്ല, കിളിവാതിലുകളല്ല, മെയിൻ ഡോറുകൾ എന്റെ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരും. എത്ര പേരത് വിശ്വസിക്കുന്നു? എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്തോ കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ഒരു നിയോഗത്തിന് വേണ്ടി നോക്കി നിൽക്കുകയാണ്. പക്ഷെ ഇന്നെന്തോ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അഭിഷേകമുള്ള ഒരു ഫൈനാൻസ് നിങ്ങൾക്ക് ലഭിക്കണം. കേറി നിൽക്കാൻ പറ്റുന്നവരെല്ലാം കേറി നിന്നു. ആമേൻ. ഇപ്പോൾ രോഗികൾ സൗഖ്യമാകും. ദാരിദ്ര്യങ്ങൾ പൊളിയും. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, എന്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഡിവൈൻ പ്രോസ്പെരിറ്റിയിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നു. വർദ്ധിപ്പിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നു. വെട്ടുക്കിളികളെ തുരത്തുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നു.
കർത്താവേ, ഈ ചർച്ചിന്റെ മേൽ, ഇവിടെയുള്ള ശുശ്രൂഷകന്മാരുടെ മേൽ ഒരു ഭയങ്കര ഫിനാൻഷ്യൽ ഫ്രീഡത്തെ ഞാൻ കൽപ്പിക്കുന്നു. ഒന്നിനും ഞെരുങ്ങാത്ത ഒരു ആത്മീക അനുഭവം. ശുശ്രൂഷയിൽ ഒരു കാലത്ത് പൗലോസ് പറഞ്ഞ് പട്ടിണി കിടന്നിട്ടുണ്ട്, പലവട്ടം പട്ടിണി. എന്നാൽ ഫിലിപ്പിയ ലേഖനത്തിൽ അവൻ പറയുന്നു, ഇപ്പോൾ എനിക്കെല്ലാം ഉണ്ട്, സമൃദ്ധിയായിട്ടുമുണ്ട്. ആ സമൃദ്ധിയെ, ഫിലിപ്പിയ ലേഖനം പറയുന്ന സമൃദ്ധിയെ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ഈ എണ്ണയുടെ മേലൊരു ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ എണ്ണ രോഗികളെ സൗഖ്യമാകട്ടെ. ദൈവത്തിന്റെ കൃപയുടെ പകർച്ച ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ച ദൈവസമയം അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. വരുന്നു പ്രിയരേ, നിശബ്ദം കേൾക്കുവാൻ